വട്ടവട ചെക്ക് പോസ്റ്റ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നവർ ഹോൺ മുഴക്കാൻ പാടില്ല. ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത്. വൈകിട്ട് 6 മണിക്കുള്ളിൽ തിരിച്ചെത്തണം. സംരക്ഷിത വനമേഖലയാണ്. മൃഗങ്ങളെ കാണും, ആനയെ കാണും. ഈ ചെക്ക് പോസ്റ്റ് കടന്നു പോകുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. വഴിയിൽ എവിടെയും നിൽക്കാൻ പാടില്ല, ഫോട്ടോ എടുക്കാൻ പാടില്ല, മൃഗങ്ങളുടെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് പിന്നെ ഞാൻ പോകുന്ന വഴിയിൽ എടുത്തതാണ്, വേറെ എവിടെയും വണ്ടി നിർത്തിയിട്ടൊന്നുമില്ല. അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു വഴിയിൽ ചിലപ്പോൾ മൃഗങ്ങളെയൊക്കെ കാണും എന്നുള്ളത്. പക്ഷെ ഒരു മൃഗത്തിനെ പോലും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നീട് ഞാൻ അറിഞ്ഞു വട്ടവടയ്ക്ക് പോകുന്ന ഈ വഴിയിൽ കാട്ടുപോത്തുകൾ കൂട്ടം കൂട്ടമായിട്ട് വരാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ ആണെന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഇത് പാമ്പാടുംചോല ദേശീയ ഉദ്യാനമാണ്. അപ്പോൾ ആ ഒരു നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ കൂടെ വണ്ടി ഓടിച്ച് പോകുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ഒരു നാഷണൽ പാർക്കും കൂടിയാണ് പാമ്പാടുംചോല നാഷണൽ പാർക്ക്. ഈ നാഷണൽ പാർക്കിൻ്റെ ഇങ്ങേയറ്റം കിടക്കുന്നത് തമിഴ്നാട്ടിലും അങ്ങേയറ്റം കേരളത്തിലാണ് കിടക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. തമിഴ്നാട്ടിൽ നിന്നാണ് ഇത് ഞാൻ പ്രവേശിച്ചത്. അതായത് ആ ഹിൽ സ്റ്റേഷൻ്റെ ആ ഭാഗത്തു നിന്ന് വരണതൊക്കെ തമിഴ്നാട്ടിൻ്റെ റോഡുകളാണ്. പിന്നെ കേരളത്തിൻ്റെ റോഡിലേക്ക് എത്തുമ്പോഴാണ് ഈ എന്താ പറയുക പാമ്പാടുംചോല നാഷണൽ പാർക്ക് വരുന്നത്. ഇത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് വട്ടവടയിലേക്കാണ്. വട്ടവടയിൽ ആ ഗ്രാമം കേരളത്തിൻ്റെയാണ്. ഒരു ദേശീയോദ്യാനം ആയതുകൊണ്ടാവും അവർ ഇവിടെ നിർത്തരുത് എന്നൊക്കെ ഇങ്ങനെ കുറേ വാശി പിടിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷെ പ്രത്യേകിച്ച് ഇതിൻ്റെ ഉള്ളിൽ കാണാനൊന്നുമില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. ഇതാണ് ഇവിടുത്തെ ചെക്ക് പോസ്റ്റ്. അതായത് പാമ്പാടുംചോലയുടെ മറ്റേ ഭാഗത്തുള്ള ചെക്ക് പോസ്റ്റ്. ഇവിടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കുറേ വണ്ടികളൊക്കെ നമുക്ക് കിടക്കുന്നത് കാണാൻ പറ്റും. എന്ത് വണ്ടികളാണ് കിടക്കുന്നത്? ടൂറിസ്റ്റുകൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വണ്ടികളാണ് കിടക്കുന്നത്. ഇനി ഇവിടെ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമാണ് വട്ടവട ഗ്രാമത്തിലേക്കുള്ളൂ. വട്ടവട ഗ്രാമം എന്ന് പറയുമ്പോൾ ചെറിയൊരു ഗ്രാമമല്ല, ചെറിയൊരു പട്ടണം പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം അത്യാവശ്യം കുറേ കടകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇതാണെന്ന് തോന്നുന്നു വട്ടവടയിലെ ഗ്രാമങ്ങൾ. എന്തായാലും നല്ല അടിപൊളി കാഴ്ചയാണ്. വെളുത്തുള്ളികളൊക്കെ കൃഷി ചെയ്യുന്ന ഇവിടെയെന്ന് തോന്നുന്നു. PSയുടെ ഒരു ചോദ്യമാണത്. കേരളത്തിലെ വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന സ്ഥലം അത് വട്ടവടയിലാണ്. ഇപ്പോൾ പുതിയതായിട്ട് വേറെ കുറേ സ്ഥലങ്ങളിലും തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ കുറേ കാലം വരെ വട്ടവടയിലായിരുന്നു. ഇസാഫിൻ്റെ ബ്രാഞ്ച് ഉണ്ട് കേട്ടോ ഇവിടെ വട്ടവടയിൽ. വട്ടവട ബ്രാഞ്ച് ഇസാഫ്. നേരത്തെ പറഞ്ഞില്ലെന്നുള്ളൂ, ഞാനൊന്ന് വീണിട്ട് എൻ്റെ വണ്ടിയുടെ ക്ലച്ച് ഇതിങ്ങനെ തിരിഞ്ഞിരുന്നു. കുഴപ്പമില്ല, ഓടിക്കാം. വിട്ടുപോയി. ഇവിടെ ഒരു അമ്പലമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് പോയി നോക്കി വെക്കാം. ഇതാണ് അമ്പലം. ശിവൻ്റെ അമ്പലമാണെന്ന് തോന്നുന്നു. അവിടെ നന്ദികേശൻ്റെ ഒരു പ്രതിമയൊക്കെ ഉണ്ട്. ഇവിടെയുള്ളൊരു ആരാധനാലയം. ഈ വട്ടവട എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമം ഒന്നുമില്ല കേട്ടോ, നല്ലൊരു ടൗൺ പോലെയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ പാർട്ടികളുടെയും കൂടിയുണ്ട് കേട്ടോ അവിടെ. ഒന്നൊന്നുമില്ല, കുറേ ഉണ്ട്. 2-3 പാർട്ടികളിലൊക്കെ ഉണ്ട്. ഇടിവെട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ മഴ പെയ്യുമെന്നറിയില്ല. ഗ്രാമങ്ങളുണ്ട്, തട്ടായിട്ട് തിരിച്ചിട്ട് കൃഷിയാണ് ചെയ്യുന്നത്. വെളുത്തുള്ളി കൃഷിയായിരിക്കും. ഈ ഗ്രാമത്തിലുള്ളവർ മുഴുവനായിട്ടും വെളുത്തുള്ളിയാണ് കൃഷി ചെയ്യുന്നത്. റോഡ് പിന്നെ അങ്ങോട്ട് വേറെ കുറേ പോകുന്നുണ്ട്. കുറേ ആൾക്കാർ അങ്ങനെ ജീപ്പിലൊക്കെ കയറിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. എന്തായാലും ഒന്ന് പോയി നോക്കി നോക്കാം. വട്ടവട എന്ന് പറഞ്ഞത് ചെറിയൊരു ഗ്രാമമൊന്നുമല്ല, ഒരു ടൗൺ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അവിടെ പഞ്ചർ ഉണ്ട്, ഹോട്ടലുണ്ട് ഇഷ്ടംപോലെ. ഇവിടെ ചിക്കൻ ഷോപ്പുണ്ട്. ഇല്ലാത്തതായിട്ടൊന്നുമില്ല. അത്യാവശ്യം കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ഒരു കാര്യം ശ്രദ്ധിക്കണം, കാടിൻ്റെ ഉള്ളിൽ കൂടെ കുറേ ദൂരം വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു ടൗണ് പോലൊരു സ്ഥലം കേട്ടോ. പ്രധാനമാണ്. ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വരുമ്പോൾ. അവിടെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാടിൻ്റെ ഉള്ളിൽ കൂടെ വരുമ്പോൾ നിർത്താൻ പാടില്ല, നിർത്താണ്ട് വരണം. അപ്പോൾ കുറേ ദൂരം നിർത്താണ്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഈ വട്ടവടയിൽ എത്തിയതിന് ശേഷമാണെന്ന് നിന്നത്. ഇങ്ങനെ കയറി പോകുമ്പോൾ ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. ശിവനും പാർവതി ഇരിക്കുന്നുണ്ട്. നിരീക്ഷണത്തിലാണ്.
അവിടെ ആകെ പൊളിഞ്ഞിരിക്കുകയാണല്ലോ. അവിടെ പൊതുവിതരണ കേന്ദ്രമൊക്കെ ഉണ്ട് കേട്ടോ. അത് കേരളത്തിൻ്റെ സ്ഥലം തന്നെയാണ്. ഇവിടെ ഓട്ടോറിക്ഷയൊക്കെ രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നത് KL 68 എന്ന നമ്പറിലാണ്. ഇവിടെ വീണ്ടും ഒരമ്പലം. അയ്യോ, നല്ല കുത്തനുള്ള ഇറക്കാണ്. ഇറങ്ങി കഴിഞ്ഞ് കയറാൻ പറ്റുമോ ആവോ. ഒരു ട്രാവലർ അവിടെ കുടുങ്ങിയിട്ട് നിൽക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് അങ്ങോട്ട് കയറി വന്നു. യാത്രക്കാരനൊക്കെ ഇറക്കിയതിന് ശേഷം ഇറങ്ങി വന്നു കയറി വന്നത്. ഓക്കെ, അപ്പം എന്തായാലും ഇറങ്ങിപ്പോവാം. ബ്രേക്ക് പിടിച്ച് ഇറങ്ങിയാണെങ്കിൽ സ്ലിപ്പായി എന്തായാലും വീഴും. അപ്പോൾ ബ്രേക്ക് വിട്ടു ഗിയറിലാണ് ഇറങ്ങുന്നത്. വണ്ടി ഓഫിലായിരുന്നു അല്ലേ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് വഴി കാണിക്കുന്നുണ്ടല്ലോ. ആ വഴിയിലൂടെ ഒന്ന് പോവാം. അവിടെ വീണ്ടും വേറൊരു അമ്പലം. താഴത്തേക്ക് ഒരു വഴിയുണ്ട്, മുകളിലേക്ക് ഒരു വഴിയുണ്ട്. താഴത്തേക്കുള്ള വഴി എങ്ങോട്ടാ? ഗ്രാമത്തേക്കുള്ളതാണോ? ചേച്ചി, ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും കാണാനുണ്ടോ? ആ, ഇത് ഞാൻ താഴത്തേക്ക് പോയാലുണ്ടല്ലോ. ഓക്കെ, ശരി. അപ്പോൾ ചേച്ചി പറഞ്ഞതിനനുസരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് താഴത്തെ വഴിക്ക് പോകണം. അപ്പോൾ സ്ട്രോബെറിയുടെ എന്തോ ഒരു സംഭവം ഉണ്ട് അത്ര. അപ്പോൾ അങ്ങോട്ട് പോവാം. ആൾക്കാരൊക്കെ വരുന്നത് ഈ കാഴ്ചകൾ കാണാനല്ലേ. അപ്പോൾ അവർക്ക് നന്നായിട്ട് അറിയുമായിരിക്കും എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ താഴത്തേക്ക് പോവാം. ഇവിടെ റോഡുകളൊക്കെ ഭയങ്കര മോശമാണ് കേട്ടോ. അത് സ്വാഭാവികം. കാരണം എന്താ വെച്ചാൽ ഗവൺമെൻറ് ഇങ്ങനെ ഒരു റിമോട്ടായിട്ടുള്ള ഏരിയയിൽ വലിയ പ്രവർത്തനങ്ങളൊന്നും നടത്താറില്ല. അത് റെഗുലറായിട്ട് പ്രവർത്തനങ്ങൾ നടത്താറില്ല. ഇത് ഇന്നലെ രാത്രി വന്നിട്ട് ഇവിടെ സ്റ്റേ അടിക്കണേ കുഴപ്പമില്ലായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള പിള്ളേരോട്ട് മുന്നിൽ പോകണം. ടീം സ്റ്റേഷൻ. പെറുക്കണ്ട ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം നായ്ക്കുട്ടികൾക്ക് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും. എന്താണ് നല്ല അടിപൊളി വർക്ക്ഷോപ്പ്. ജീപ്പാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ജീപ്പാണ് ഇവിടെ കൂടുതൽ ഓടിക്കുന്നത്. സ്ട്രോബെറി ഫാംസ്. അവിടുത്തെ ചെറിയൊരു കടയാണ്. അങ്ങനെ ഇവിടെ സ്ട്രോബെറി തോട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പയ്യൻ്റെ കൂടെ പോവാണ്. ഇതാണ് എൻ്റെ പേര് ഗോകുൽ. അപ്പം ഞങ്ങൾ ഗോകുലിനെ കൂട്ടിയിട്ട് സ്ട്രോബെറി തോട്ടം കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കൃഷി സ്ഥലങ്ങളാണ്. അപ്പോൾ ചേച്ചിമാരവിടെ നിന്നിട്ട് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്.
സ്ട്രോബെറി മാത്രമല്ല കുറേ സൂര്യകാന്തികളൊക്കെ ഉണ്ട്. അതിലാണ് കേട്ടോ സ്ട്രോബെറി ഒക്കെ ഉള്ളത്. അങ്ങനത്തെ കുഞ്ഞായ ചെടികളിൽ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വട്ടവടയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ഗോകുലിന്റെ ഈ ഒരു തോട്ടത്തിലേക്ക് കയറിയിട്ട് എന്താ സ്ട്രോബെറി മേടിക്കാം, തേൻ മേടിക്കാം, അങ്ങനെയുള്ളതൊക്കെ മേടിക്കാം കേട്ടോ. ഗൂഗിൾ പേ അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല രീതിയിൽ തന്നെ റേറ്റ് ഒക്കെ കുറച്ച് തരും. സ്ട്രോബെറി തോട്ടം കണ്ടിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. വേറെ ഏതെങ്കിലും സ്ഥലങ്ങൾ പോകണം. ഇതൊക്കെയാണ് സ്ട്രോബെറികൾ. ഇവിടെ ഒരു വ്യൂ പോയിന്റ് കാണാൻ പോവാണ്. അപ്പോൾ മഴ പെയ്തു പെട്ടു. കടയിലേക്ക് കയറി നിൽക്കണം. നല്ല അടിപൊളി കട കേട്ടോ.